അൻവർ എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ? അൻവർ ഈ LDF നിന്ന് പുറത്തിറങ്ങി MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങി പോകുമ്പോൾ അദ്ദേഹം അമിതമായ കോൺഫിഡൻസ് തന്നെയാണ് സംസാരിക്കുന്നത്. ആ കോൺഫിഡൻസ് അദ്ദേഹം ഏതെങ്കിലും ഇലക്ഷൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിലമ്പൂർ ഇലക്ഷനിലും അൻവർ പറഞ്ഞ് ജയിക്കുമെന്നല്ലേ രാജു, ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അൻവർ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ LDF നും UDF നും ഉണ്ടായിരുന്നു. അൻവർ നിന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക? നമ്മളിവിടെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അൻവർ എത്ര വോട്ട് പിടിക്കുന്നു അത്രയും LDF ന്റെ വിജയ സാധ്യത കുറയുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ LDF നെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ രാഷ്ട്രീയ ലക്ഷ്യം. അത് നടന്നു, അത് വൃത്തിയായിട്ട് നടന്നിട്ടുണ്ട്. അതിൽ പുള്ളിക്ക് റിഗ്രറ്റും ഇല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വേറെ കാര്യമാണ്, അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് വളരെ മുമ്പാണ്. നിലമ്പൂർ ഇലക്ഷന് ശേഷം തുടരുന്ന തന്നെയാണ്. ഇപ്പോൾ ബേപ്പൂർ ആദ്യമായി UDF ന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. അൻവർ അവിടെ സ്ഥാനാർത്ഥിയാകുന്ന KPC അധ്യക്ഷൻ പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലമ്പൂർ ഇലക്ഷന് തൊട്ട് മുമ്പ് അദ്ദേഹം LDF നിന്ന് ഇറങ്ങി വന്നത് മുതൽ ഈ ഇലക്ഷൻ വരെയുള്ള ഒരു കാര്യം എടുത്തു നോക്കുക. ആ സമയത്ത് കേരളത്തിലെ മൊത്തത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ ആ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം PV അൻവറാണ്. ഇപ്പോൾ 2024-25 ആ സമയത്തൊക്കെ 24 വർഷത്തിലൊക്കെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കടുത്ത രാഷ്ട്രീയ അറ്റാക്ക് പ്രതിപക്ഷം ഉയർത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അപ്പോഴും എന്താണ്, ഒരു പിതൃബിംബമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു പിതൃബിംബമായി നിൽക്കുന്ന പിണറായി വിജയനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വഹിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഒരാളാണ് PV അൻവർ. അപ്പോൾ PV അൻവർ തുറന്നുവിട്ട ഒരു രാഷ്ട്രീയ ഭൂതം, ആ രാഷ്ട്രീയ ഭൂതമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ ചിത്രം രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ട്. അത് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായ സുജിത് ദാസിൻ്റെ ക്ലീൻ ചിറ്റ് മുതൽ ADGP അജിത് കുമാർ മുതൽ RSS പോലീസ് ബന്ധം മുതൽ അതുപോലെ സ്വർണം പൊട്ടിക്കൽ മുതൽ ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ കേരളത്തെ ഏറ്റവും ഇളക്കി മറിച്ച രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഉപജ്ഞാതാവാണ് PV അൻവർ. അപ്പോൾ ആ ആത്മവിശ്വാസമാണ് അദ്ദേഹം ബേപ്പൂരിൽ പ്രകടിപ്പിക്കുന്നത്. അതിനർത്ഥം ബേപ്പൂരിൽ PV അൻവർ എന്തായാലും വിജയിക്കും, അദ്ദേഹത്തിന് മൊട്ടയടിച്ച് നടക്കേണ്ടി വരില്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം PV അൻവറിൻ്റെ ഒരു ശൈലി ആണ് അത് നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. ബേപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ബേപ്പൂരിലൊരു കാടടച്ച പ്രചാരണമാണ്. നന്നായി ആഞ്ഞിറങ്ങി, കാരണം നമുക്കറിയാം ബേപ്പൂരിൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂപടം എന്താണെന്ന് അറിയാം. അവിടെ UDF ജയിക്കുക എന്നുള്ളത് നന്നായി പണിയെടുക്കണം, നല്ല സംഘടനാ സംവിധാനവും നന്നായി പണിയെടുത്ത് കാടിളക്കി മറിച്ചുള്ളൊരു പ്രചാരണത്തിലൂടെയൊക്കെ വിജയിക്കാൻ കഴിയും. കാടിളക്കി മറിച്ചുള്ള പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വോട്ടെണ്ണി പിടിക്കാനുള്ള സംഘടനാ സംവിധാനം UDF നോ PV അൻവറിനോ അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെ വോട്ടെണ്ണി പിടിച്ചാൽ മാത്രമേ ആ മണ്ഡലം ജയിക്കാൻ കഴിയൂ. ആ സംഘടനാ സംവിധാനം അവിടെ LDF നുണ്ട്. LDF ന് അതിൻ്റെതായ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഗണ്യമായി കുറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഞാൻ പറയാനൊരു കാരണം, വെറുതെയല്ല അൻവർ ബേപ്പൂർക്ക് പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് പിണറായിസത്തിനും മരുമോനിസത്തിനും എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരമായ ശൈലി ഉണ്ടല്ലോ, അതിനെതിരെ റിയാസിനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പോയതല്ല, അദ്ദേഹം ആരുടെയോ ക്ഷണപ്രകാരം പോയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് എതിർപ്പാളയത്തിൽ പോലും ആളുകളുണ്ടാകാം, ഒരുപക്ഷെ അത്തരം വോട്ടുകൾ ചോർന്നിട്ടുണ്ടാകാം. പക്ഷേ അൻവറിന് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ എതിർപ്പാളയത്തിൽ നിന്ന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. ആ വോട്ടെണ്ണി പിടിക്കാനുള്ള സംഘടനാ സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് അൻവർ വിജയിക്കുമെന്ന് അൻവറിൻ്റെ അത്ര ആത്മവിശ്വാസം കൂടുതൽ പറയാൻ കഴിയില്ല. അവിടെ സംഘടനാ സംവിധാനം എതിർപ്പാളയത്തിലാണുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം ഗണ്യമായി റിയാസിന് കുറയും. അതുതന്നെ വലിയ തിരിച്ചടിയായിരിക്കും റിയാസിനും LDF നും.